to choose between different unbiased estimators, one would reasonably consider their variances. അപ്പോൾ നമ്മൾ പറഞ്ഞു അൺബിയാസ്ഡ്നെസ് പറഞ്ഞപ്പോൾ അൺബിയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് യൂണീക്ക് അല്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ അൺബിയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതിനെ ചൂസ് ചെയ്യണം നോക്കാനാണ് നമ്മൾ എഫിഷ്യൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് അൺബിയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് T1 T2. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്ന് പറയുന്നതും തീറ്റയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നതും തീറ്റയാണ്. അപ്പൊ T1 T2 അൺബിയാസ്ഡ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എസ്റ്റിമേറ്റേഴ്സിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിനു വേണ്ടി നമ്മൾ രണ്ട് എസ്റ്റിമേറ്റേഴ്സിന്റെയും വേരിയൻസ് കണ്ടുപിടിക്കുക. വേരിയൻസ് ഓഫ് T1 വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് എസ്റ്റിമേറ്റിന്റെ വേരിയൻസ് ആണോ കുറവ് അതായിരിക്കും മോർ എഫിഷ്യന്റ് എന്ന് പറയുന്നത്. കാരണം വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വേരിയേഷനാണ്. അപ്പൊ വേരിയേഷൻ കുറയും തോറും എഫിഷ്യൻസി കൂടും. That is, if V of T1 is less than V of T2, then T1 is said to be more efficient than T2. That is, as variance of an estimator decreases, its efficiency increases. അപ്പോൾ വേരിയൻസ് കുറയും തോറും എസ്റ്റിമേറ്ററിന്റെ എഫിഷ്യൻസി കൂടും. അപ്പോൾ ഒന്നിൽ കൂടുതൽ അൺബിയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏതിനാണോ വേരിയൻസ് കുറവ് ആ എസ്റ്റിമേറ്ററാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് റിലേറ്റീവ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. വേരിയൻസ് ഓഫ് T1 by variance of T2 is called the relative efficiency of T2 with respect to T1. അപ്പൊ ശ്രദ്ധിക്കുക, T2 വിത്ത് റെസ്പെക്ട് ടു T1 എന്ന് പറയുമ്പോൾ T2 ഡിനോമിനേറ്ററിലും T1 ന്യൂമറേറ്ററിലുമാണ് വരിക. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റേഴ്സിന്റെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് സഫിഷ്യൻസി. അപ്പൊ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സഫിഷ്യൻസി. അപ്പൊ ഫസ്റ്റ് അൺബിയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി. An estimator is said to be sufficient for a parameter if it contains all information in the sample regarding the parameter. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കൊരു പോപ്പുലേഷൻ പാരാമീറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ തീറ്റയാണ് നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആ എസ്റ്റിമേറ്റർ വെച്ചിട്ട് നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റർ സഫിഷ്യന്റ് ആയിരിക്കും. അതിപ്പോ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഒരു ഫംഗ്ഷൻ. ഇപ്പൊ എക്സ് ബാർ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. തീറ്റ എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററാ. അപ്പൊ ഈ പാരാമീറ്ററിനെ നമ്മൾ ഒരു സാമ്പിളിന്റെ ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സാമ്പിളിന്റെ ഫംഗ്ഷനാണ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. So more precisely, if T is equal to T of x1, x2, etc., xn is an estimator for a parameter theta based on the sample size such that the population density f of x theta such that the conditional distribution of x1 given T is independent of theta, then T is sufficient estimator of theta. അതായത് തീറ്റനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും തരുന്ന ഒരു എസ്റ്റിമേറ്ററിനാണ് നമ്മൾ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണിത്. അതായത് നമുക്ക് x1, x2, etc., xn എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ x1, x2, etc., xn ഗിവൺ T എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ ഗിവൺ T എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ റാൻഡം സാമ്പിൾസ് ഗിവൺ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ T എന്ന് പറയുന്നത് എന്തായിരിക്കും? സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇനി സഫിഷ്യൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇഫ് T is a sufficient estimator for parameter theta and psi of T is a 1-to-1 function of T, then psi of T is sufficient for theta. അതായത് T എന്ന് പറയുന്നത് തീറ്റന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. അപ്പൊ 1-to-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് എന്താണെന്നറിയില്ലേ? മാത്സിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ 1-to-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? അറിയോ? പഠിച്ചിട്ടുണ്ടോ 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതൊരു റേഞ്ചും ഡൊമൈനും ആണ്. ഇപ്പൊ ഇവിടെ 1, 2, 3, ഇവിടെ A, B, C, D.
അങ്ങനെയാണെങ്കിൽ 1 എയിലോട്ട് മാപ്പ് ചെയ്തു, 2 ബിയിലോട്ട് മാപ്പ് ചെയ്തു, 3 സിയിലോട്ട് മാപ്പ് ചെയ്തു. ഇതൊരു 1 1 ഫംഗ്ഷൻ ആണോ? അതെ. ഇതൊരു 1 1 ഫംഗ്ഷൻ ആണോ? അല്ല. അല്ല. കാരണം ഡൊമൈനിൽ എല്ലാത്തിനും ഇപ്പുറത്തെ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഫസ്റ്റത്തെ ഒരു 1 1 ഫംഗ്ഷൻ. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ സൈ ഓഫ് ടി എന്ന് പറയുന്നത് സഫീഷ്യന്റ് ഫോർ സൈ ഓഫ് തീറ്റ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x + 1 എന്ന് പറയുന്നത് ഒരു 1 1 ഫംഗ്ഷനാണ്. അപ്പോൾ ടി ഈസ് സഫീഷ്യന്റ് ഫോർ തീറ്റ ആണെങ്കിൽ 2t + 1 എന്ന് പറയുന്നത് സഫീഷ്യന്റ് ഫോർ 2θ + 1 ആയിരിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇൻവേരിയൻസ് പ്രോപ്പർട്ടി എന്ന് പറയും. നമ്മൾ കൺസിസ്റ്റൻസി പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? 1 1 ഫംഗ്ഷൻ ആണെന്നായിരുന്നില്ല, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. കണ്ടോ, ഇവിടെ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി കണ്ടില്ലേ? ഇഫ് ടി ഈസ് എ സഫീഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ, ജി ഓഫ് തീറ്റ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് ടി പറയുന്നത് കൺസിസ്റ്റന്റ് ഓഫ് ജി ഓഫ് തീറ്റ ആയിരിക്കും. സെയിം തന്നെ സഫിഷ്യൻസിന്റെ വരുന്ന കേസിൽ എന്തായിരിക്കണം? സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു 1 1 ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ ആണോ? ഈ സൈ ഓഫ് ടി എഴുതി ഒരു ഫംഗ്ഷൻ ഉദ്ദേശിച്ചിട്ടോ. അപ്പൊ ജി ഓഫ് ടി അങ്ങനെയാണെങ്കിലും സെയിം തന്നെ ഒരു ഫംഗ്ഷൻ എന്നുള്ള മീനിങ്ങിലാണ്. ഇൻവേരിയൻസ് പ്രോപ്പർട്ടി എന്തായാലും ഓർത്ത് വെക്കണേ. കൺസിസ്റ്റൻസിയിൽ ജി ഓഫ് ടി പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു, സഫിഷ്യൻസിയിൽ അതൊരു 1 1 ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ? ഇനി വേറെ ഒന്നാണുള്ളത്, നമുക്ക് സഫിഷ്യൻസിന്റെ ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി, അൺബയാസ്ഡ്നെസ്. ഈ 4 പ്രോപ്പർട്ടീസ് ഉള്ള ഒരു എസ്റ്റിമേറ്റേഴ്സിനെ നമ്മൾ ഗുഡ് എസ്റ്റിമേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി വേറൊരു ഡെഫിനിഷൻ ആണ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്, അല്ലെങ്കിൽ യുണീക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്, UMVUE. അതായത് ടി എന്ന് പറയുന്നത് തീറ്റന്റെ UMVUE, അതായത് യുണീക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കണം. അതുപോലെ വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ഇത് ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, കാരണം UMVUE പൊതുവെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ബേസിക് ഒരു ക്വസ്റ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണം എന്നുള്ളെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് ഇഫ് ടി ഈസ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സൈ ഓഫ് തീറ്റ, ഒരു ഫംഗ്ഷനുള്ള മീനിങ് കേട്ടോ. ഇഫ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു സൈ ഓഫ് തീറ്റ ആൻഡ് വേരിയൻസ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേരിയൻസ് ഓഫ് ടി ഡാഷ്. അതായത് ടി എന്ന് പറയുന്നത് തീറ്റയുടെ അല്ലെങ്കിൽ സൈ ഓഫ് തീറ്റ, ഫംഗ്ഷൻ ഓഫ് തീറ്റയുടെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ടി ഡാഷ് എന്ന് പറയുന്നതും സൈ ഓഫ് തീറ്റയുടെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് സൈ ഓഫ് തീറ്റ ആയിരിക്കും. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നതും സൈ ഓഫ് തീറ്റ ആയിരിക്കും. ഇതിൽ ഏതാണ് യുണീക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവുന്നത്? ഇതിൽ വേരിയൻസ് ഏതിനാണോ കുറവ്? വേരിയൻസ് ഓഫ് ടി ലെസ് ദാൻ വേരിയൻസ് ഓഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ടി എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനാണ് വേരിയൻസ് കുറവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടി ആയിരിക്കും യുണീക്ക് മിനിമം വേരിയൻസ് unbiased estimators. So if a statistic T based on a sample of size n is such that T is unbiased for psi of theta, it has the smallest variance among the class of all unbiased estimators, then T is called the minimum variance unbiased estimator. Clear ആണോ? T എന്ന് പറയുന്നത് unbiased estimator of psi of theta ആയിരിക്കണം. വേറെ ഏതൊക്കെ ഗ്രൂപ്പ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് എടുത്താലും ടിക്ക് ആയിരിക്കണം മിനിമം വേരിയൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി എന്ന് പറയുന്നത് സൈ ഓഫ് തീറ്റയുടെ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയും. ഇനി യുണീക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയും. അതെപ്പോഴാ? ഇത് യുണീക്ക് ആയിരിക്കുമ്പോൾ. കണ്ടീഷൻ സെയിം തന്നെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അത് ഡെഫിനിഷൻ ക്ലിയർ ആണോ?
അതായത് ഒരുപാട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് പറഞ്ഞപ്പോൾ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് യുണീക്ക് അല്ല, ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏത് എസ്റ്റിമേറ്ററിനാണോ മിനിമം വേരിയൻസ് അതായിരിക്കും മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഡെഫിനിഷനെ ചോദിക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ബെസ്റ്റ് ലീവ് ബെസ്റ്റ് എസ്റ്റിമേറ്റർ സിലബസിൽ ഇല്ലല്ലോ. ബെസ്റ്റ് ലീനിയർ ആൻഡ് ബെസ്റ്റ് എസ്റ്റിമേറ്റർ ഇല്ല സിലബസിൽ, ഇന്റർവൽ എസ്റ്റിമേഷനും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കുവോ. If an estimator of population parameter theta converges in probability to theta as n tends to infinity is said to be. 8th ക്വസ്റ്റ്യൻ നോക്കുവോ. അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന കേസിൽ ടി എന്ന് പറയുന്നത് തീറ്റയിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എസ്റ്റിമേറ്റർ ഏതായിരിക്കും? സഫിഷ്യന്റ് ആയിരിക്കോ, എഫിഷ്യന്റ് ആയിരിക്കോ, കൺസിസ്റ്റന്റ് ആയിരിക്കോ, അൺബയാസ്ഡ് ആയിരിക്കോ? ഏതാ? കൺസിസ്റ്റന്റ് ആയിരിക്കും. കാരണം നമ്മൾ കൺസിസ്റ്റൻസിന്റെ ഒരു കണ്ടീഷൻ മാറ്റുണ്ടായിരുന്നു, ടി എൻ ടെൻസ് ടു തീറ്റ, അല്ലാതെ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ കൺവേർജസ് ടു തീറ്റ, അതുപോലെ വേരിയൻസ് ഓഫ് ടി എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ടി എൻ ഈസ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ടി എൻ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റ കൺവേർജസ് ഇൻ പ്രോബിലിറ്റി ടു തീറ്റ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സെറ്റ് ടു ബി കൺസിസ്റ്റന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 9th one. The estimated summation x by n of population mean is. എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? എസ്റ്റിമേറ്റർ സമ്മേഷൻ എക്സ് ഐ ബൈ സമ്മേഷൻ എക്സ് ബൈ എൻ. സമ്മേഷൻ എക്സ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ എന്ത് എസ്റ്റിമേറ്റർ ആണ്? അൺബയാസ്ഡ് ആണോ, കൺസിസ്റ്റന്റ് ആണോ, ബോത്ത് അൺബയാസ്ഡ് ആൻഡ് കൺസിസ്റ്റന്റ് ആണോ, നെയ്തർ അൺബയാസ്ഡ് ഓർ കൺസിസ്റ്റന്റ് ആണോ? പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ. ഏതായിരുന്നു? ഏതായിരിക്കും? അൺബയാസ്ഡ് മാത്രമാണോ? സാമ്പിൾ മീൻ ഈസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ, അതുപോലെ സാമ്പിൾ മീൻ ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പ്രോപ്പർട്ടീസിൽ ഉണ്ടോ? സാമ്പിൾ മീൻ ഈസ് ഓൾവേസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ, അതുപോലെ സാമ്പിൾ മീൻ ഈസ് ഓൾവേസ് എ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും കറക്റ്റ്. അത് സാമ്പിൾ മീനിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്ററും ആയിരിക്കും, കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്ററും ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി 14th one. If the expected value of an estimator is not equal to its parametric function t of theta, it is said to be unbiased, biased, consistent, none of the above. എന്തായിരിക്കും? ഏതായിരിക്കും? അതായത് ഒരു എസ്റ്റിമേറ്ററിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ബയാസ്ഡ്. അതെ, കാരണം എക്സ്പെക്ടേഷൻ ഓഫ് ഒരു എസ്റ്റിമേറ്റർ ഇപ്പൊ ടി, എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സൈ ഓഫ് ടി ഓഫ് തീറ്റ.
അതായത് ഈക്വൽ ടു ആവുന്ന കേസിൽ നമ്മൾ അതിന് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയും. നോട്ട് ഈക്വൽ ടു ആവുമ്പോൾ എന്തായിരിക്കും, അവിടെ ബയാസ് വന്നു. സോ ഇറ്റ്സ് എ ബയാസ്ഡ് എസ്റ്റിമേറ്റർ. നെക്സ്റ്റ് വൺ, ബയസ് ഓഫ് എൻ എസ്റ്റിമേറ്റർ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഓൾവേസ് സീറോ. ആയിരിക്കും ബയാസ് പോസിറ്റീവ് മാത്രം, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ ബയാസിന്റെ വാല്യൂ എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ ആയിരിക്കും. അപ്പൊ എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആ 38 ക്വസ്റ്റ്യൻ നോക്കൂ. A minimum variance unbiased estimator is said to be unique if for any other estimator Tn, variance of Tn equal to variance of Tn star, variance of Tn less than or equal to variance of Tn star, both A and B, neither A nor B. ഏതാ? എ ആണോ? മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ടി എന്ന് പറയുന്നത് തീറ്റയുടെ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കണം. അതുപോലെ വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് ബാക്കി എല്ലാ വേരിയൻസിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കണം. അല്ലേ? അങ്ങനെയല്ലേ നമ്മളിവിടെ പറഞ്ഞത്? വേരിയൻസ് ഓഫ് ടി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഉണ്ടോ? ഇറ്റ് ഹാസ് എ സ്മോളസ്റ്റ് വേരിയൻസ് എമംഗ് ദ ക്ലാസ് ഓഫ് ഓൾ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് സൈ ഓഫ് തീറ്റ. വേറെ ഏത് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ വേരിയൻസിനേക്കാൾ സ്മോളസ്റ്റ് ആയിരിക്കണം നമ്മുടെ വേരിയൻസ്. അങ്ങനെയാണെങ്കിൽ അതിനെ യുണീക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, ടി എന്നും ടി എൻ സ്റ്റാറും. യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ടി എൻ ഈസ് സെറ്റ് ടു ബി യുണീക്. ടി എൻ യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? വേരിയൻസ് ഓഫ് ടി എൻ ആയിരിക്കണം ചെറുത്. അപ്പൊ വേരിയൻസ് ഓഫ് ടി എൻ, അയ്യോ സോറി, യുണീക്ക് ആണെങ്കിലല്ല, ഓപ്ഷൻ ഏതാണ് കേട്ടോ കറക്റ്റ്? യുണീക്ക് ആയിട്ടില്ല ചോദിച്ചത്. അപ്പൊ യുണീക്ക് ആണെങ്കിൽ ടി എനും ടി എൻ സ്റ്റാറും സെയിം ആവണല്ലോ, അപ്പൊ വേരിയൻസ് ഈക്വൽ ആവണം. സോറി. അല്ലാതെ ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വേറെ ഏത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിനെ അപേക്ഷിച്ച് വേരിയൻസ് ലെസ് ദാൻ ആവണം, യുണീക്ക് ആവണമെങ്കിൽ ഈക്വൽ ആവണം. Then ido 39, an estimator Tn is said to be sufficient statistic for a parametric function T of. അതെ, നമ്മളിപ്പോ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു ടി എൻ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്, അതുപോലെ ടി ഡാഷ് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നതും തീറ്റയാണ്. വേരിയൻസ് ഓഫ് ടി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേരിയൻസ് ഓഫ് ടി ഡാഷ് ആവണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ടി എന്ന് പറയുന്നത് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് പറയുക. ഇനി ഇത് യുണീക്ക് ആവുക എന്ന് പറയുന്നത് എപ്പോഴാണ്? യുണീക്ക് ആവുക എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ടി എൻ യുണീക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ വേരിയൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ക്ലിയർ ആണോ? അടുത്തത്, an estimated Tn is said to be sufficient statistic for a parametric function T of theta if it contain all the information which is contained in the എന്തായിരുന്നു? പോപ്പുലേഷൻ, പാരാമെട്രിക് ഫംഗ്ഷൻ, സാമ്പിൾ, നൺ ഓഫ് ദ എബോവ്. സഫീഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് എന്തിന്റെ ഇൻഫോർമേഷൻ ആണ് തരേണ്ടത്? പോപ്പുലേഷൻ. If T is a consistent estimator of theta, then T is also a consistent estimator of theta square. T square is a consistent estimator of theta. T square is also a consistent estimator of theta square. None of the above. ഏതായിരിക്കും? സി. അതെ, കാരണം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇൻവേരിയൻസ് പ്രോപ്പർട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ടി എന്ന് പറയുന്നത് തീറ്റന്റെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. ജി ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് ടി എന്ന് പറയുന്നത് ജി ഓഫ് തീറ്റയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ ടി സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ ടി സ്ക്വയർ ഈസ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. ഓപ്ഷൻ സി.
ഇനി അടുത്തത്, ഇഫ് ടി എൻ ഇസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, ദെൻ ഇ റേസ് ടു ടി എൻ ഇസ് എ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ഇ ഓഫ് തീറ്റ, കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് ഇ റേസ് ടു തീറ്റ, മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ഇ റേസ് ടു തീറ്റ, നൺ ഓഫ് ദ എബോവ്. ഏതായിരിക്കും? ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യാം. ഇ റേസ് ടു ടി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പൊ ടി എൻ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ടി എൻ എന്തായിരിക്കും? കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് ഇ റേസ് ടു തീറ്റ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? If the sample mean x bar is an estimate of population mean, then x bar is unbiased and efficient, unbiased and inefficient, biased and efficient, biased and inefficient. Unbiased and efficient. Unbiased and efficient. Sample means also an unbiased estimate of population mean efficient to another. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് ബേസിക് ഈ ഒരു ഫോമിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. എല്ലാത്തിന്റെ പ്രോപ്പർട്ടീസ് നോക്കി വെക്കുക. ഇൻവേരിയൻസ് പ്രോപ്പർട്ടി, പിന്നെ ഏതൊക്കെയാണ് യുണീക്ക് ആയത്, അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് യുണീക്ക് അല്ല, യുണീക്ക് ആയ എസ്റ്റിമേറ്റേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ ചിലത് എക്സിസ്റ്റ് ചെയ്യില്ല, ചിലത് ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക. ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് 4 പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല് എസ്റ്റിമേഷൻ എന്താന്ന് പറഞ്ഞു, എസ്റ്റിമേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ആ എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കുക, അതാണ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട 2 മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിൽ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡും മെത്തേഡ് ഓഫ് മൊമെന്റ്സും മെത്തേഡ് ഓഫ് കൈ സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇതില് MLEയും മെത്തേഡ് ഓഫ് മൊമെന്റ്സും ആണ് കുറച്ച് കൂടുതൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. അപ്പൊ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് MLE മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ നമുക്ക് ഷോർട്ട് ആയിട്ട് MLE എന്ന് പറയാം. MLE യുണീക്ക് അല്ല, അതായത് ഒന്നിൽ കൂടുതൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യാം. അതുപോലെ MLE വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റേഴ്സ് അൺബയാസ്ഡ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അൺബയാസ്ഡ് ആവാം, ചിലപ്പോൾ അൺബയാസ്ഡ് ആവില്ല. അതുപോലെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അതുപോലെ യുണീക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്ററും ആയിരിക്കില്ല. Then if a sufficient statistic exists, it's a function of the maximum likelihood estimators. നമ്മൾ സഫിഷ്യൻസി പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് MLEയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ MLE വെച്ച് കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റേഴ്സ് യുണീക്ക് ആയിരിക്കില്ല, അൺബയാസ്ഡ് ആയിരിക്കില്ല, കൺസിസ്റ്റന്റ് മേ നോട്ട് ബി കൺസിസ്റ്റന്റ്, അതായത് ചിലപ്പോൾ കൺസിസ്റ്റന്റ് ആവാം, ചിലപ്പോൾ ആവില്ല. അതുപോലെ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സും ആയിരിക്കില്ല. പക്ഷേ ഒരു സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി MLE. അപ്പൊ MLE അൺബയാസ്ഡ് ആയിക്കൊള്ളുന്നില്ല, അതുപോലെ MLE കൺസിസ്റ്റന്റ് ആണെന്നില്ല. പക്ഷെ ചില കണ്ടീഷൻസിൽ MLE കൺസിസ്റ്റന്റ് ആയിരിക്കും. ആ കണ്ടീഷൻ നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യം ഇല്ല, അത്രയ്ക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, ഇതൊന്നും വേണ്ട. ഈ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. മാക്സിമം ലൈക്ലിഹുഡ് MLE വെച്ച് കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റേഴ്സ് യുണീക്ക് അല്ല, അൺബയാസ്ഡ് അല്ല, കൺസിസ്റ്റന്റ് ആയിരിക്കണം നിർബന്ധമില്ല, യുണീക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്ററും ആയിരിക്കില്ല, പക്ഷേ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കട്ടെ, എന്നാല് ഇത് വെച്ചിട്ടേ മറ്റേ പ്രോപ്പർട്ടി പറയാൻ പറ്റുള്ളൂ. അതായത് ഇതൊരു കണ്ടീഷൻ ആണ്, അതിന് ഹസർ-ബസാർ തിയറം എന്നാ പറയാ. ഇത് പറയുന്നത് ആസ് സാമ്പിൾ സൈസ് n tends to infinity there exists a unique consistent maximum likelihood estimator. അതായത് നമ്മൾ പറഞ്ഞു
MLE കൺസിസ്റ്റന്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ചില കണ്ടീഷൻസിൽ MLE കൺസിസ്റ്റന്റ് ആയിരിക്കും. ആ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് ഇൻഫിനിറ്റി ആവുന്ന കേസിൽ, അതായത് സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസിൽ MLEs എന്തായിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അണ്ടർ ദ എബോവ് റെഗുലാരിറ്റി കണ്ടീഷൻ. അണ്ടർ എബോവ് റെഗുലാരിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസിൽ, സാമ്പിൾ സൈസ് ലാർജ് അല്ലെങ്കിൽ നമ്മൾ അതിനെ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് അത് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, MLE കൺസിസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ അൺബയാസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇതായിരുന്നു ജനറലി MLEs യുണീക്ക് അല്ല, അൺബയാസ്ഡ് അല്ല, കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ ചില കണ്ടീഷൻസിൽ, അതായത് നമ്മുടെ സാമ്പിൾ സൈസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസിൽ MLEs കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോഴും അൺബയാസ്ഡ് ആയിരിക്കില്ല കേട്ടോ. നീഡ് നോട്ട് ബി അൺബയാസ്ഡ്. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ ആണോ? ഓക്കെ. Then invariance property. MLEക്കും invariance property ഉണ്ട്, same as sufficient statistic. If T is the MLE of theta and psi of theta is a 1-1 function, അല്ലെങ്കിൽ G of theta is 1-1 function, then G of T is the MLE of G of theta. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, T എന്ന് പറയുന്നത് തീറ്റന്റെ MLE ആണ്. അങ്ങനെയാണെങ്കിൽ 2t plus 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 theta plus 1ന്റെ MLE. 1-1 ഫംഗ്ഷൻ ആണെങ്കിൽ അത് MLE ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി എന്ന് പറയുക. അപ്പൊ സഫിഷ്യൻസിയിലും MLEയിലും നമ്മൾ 1-1 ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. കൺസിസ്റ്റൻസിയിലാണ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കേസ് നോക്കുന്നത്. ക്ലിയർ ആണോ? MLE ക്ലിയർ ആണോ? ഇതൊക്കെ MLEന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി MLE നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് തീറ്റ പറഞ്ഞ എന്തായിരുന്നു, നമ്മുടെ PDF ആ അല്ലെ. ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഓരോ PDF ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു, 1/σ √2π e⁻ x - μ ഹോൾ സ്ക്വയർ ബൈ 2σ². ഇതിനെയാണ് നമ്മൾ PDF എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കും. ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം പ്രൊഡക്റ്റ് ചെയ്യുക. ലൈക്ലിഹുഡിനെ L വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. L is equal to പ്രൊഡക്റ്റ് I equal to 1 to n f of xi തീറ്റ. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് എന്തായിരിക്കും, x1 x2 എക്സെട്ര xn, ഇങ്ങനെയല്ലേ n സാമ്പിൾസ് എടുക്കില്ലേ. അപ്പൊ ഇവിടെ f of x തീറ്റ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ PDF xi, f of xi എന്ന് പറഞ്ഞാൽ x1ന്റെ PDF, f of x2 എന്ന് പറഞ്ഞാൽ x2ന്റെ PDF, എക്സെട്ര f of xn എന്ന് പറഞ്ഞാൽ xnന്റെ PDF. ഇതിനെല്ലാം കൂടെ പ്രൊഡക്റ്റ് ചെയ്യും. പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ f of x1 ഇൻറ്റു f of x2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു f of xn. ഇതിനാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുക. L എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. ഈ Lനെ മാക്സിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ മാക്സിമൈസിങ് ലോഗ് L വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ തീറ്റ. അപ്പൊ നമ്മുടെ ഇവിടെ പാരാമീറ്റർ തീറ്റയാണ് തീറ്റ. അങ്ങനെയാണ് നമ്മൾ MLEയിൽ തീറ്റന്റെ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മൾ PDF-നെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് എഴുതും. എന്നിട്ട് അതിന്റെ ഇപ്പൊ L is equal to ലൈക്ലിഹുഡിനെ L എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യുക. L എന്ന് പറഞ്ഞാൽ നമ്മുടെ PDF-നൊക്കെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് എഴുതും. f of x1 തീറ്റ ഇൻറ്റു f of x2 തീറ്റ ഇൻറ്റു അങ്ങനെ. അതായത് ഇതിനെ പ്രൊഡക്റ്റ് ചെയ്ത് എഴുതുക പറഞ്ഞാൽ f of x1 തീറ്റ ഇൻറ്റു f of x2 തീറ്റ എക്സെട്ര f of xn തീറ്റ എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് ലൈക്ലിഹുഡിന്റെ ലോഗ് എടുക്കും. അപ്പൊ ലോഗ് L എടുക്കും. ഈ ലോഗ് Lനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ മാക്സിമൈസ് ചെയ്യും. അങ്ങനെയാണ് MLE കണ്ടുപിടിക്കുന്നത്. ഇത് ചോദിക്കാൻ കണ്ടുപിടിക്കുന്നത് എന്താ? ഇല്ല, ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോ അഥവാ ചോദിക്കുകയാണെങ്കിൽ മാക്സിമൈസാ ചെയ്യുന്നത്. അത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്നല്ലേ. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് മാക്സിമൈസിങ് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ചോദിക്കാൻ സാധ്യത കുറവാ.
കാരണം നമുക്ക് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ അതിൽ കുഞ്ഞു ഭാഗമായിട്ടല്ലേ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആ മൊഡ്യൂളിൽ ചോദിക്കാം. വേറെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഇത്ര ഡീറ്റെയിൽ ആയി ചോദിക്കില്ലായിരിക്കാം, ഞാൻ അഥവാ ചോദിച്ചാലോ വെച്ചിട്ട് പറഞ്ഞതാണ്. ചാൻസ് കുറവാ, കാരണം എസ്റ്റിമേഷനും ടെസ്റ്റിംഗും ഒക്കെ സെയിം മൊഡ്യൂളല്ലേ കിടക്കണം, അതിന് 2 മാർക്കല്ലേ ഉള്ളത്. അപ്പൊ മിക്കവാറും ടെസ്റ്റിംഗിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ കൺസിസ്റ്റൻസി, സഫിഷ്യൻസി, എഫിഷ്യൻസി, MUE ഇതിന് എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനിലുള്ളത്. ഇനി അടുത്ത എസ്റ്റിമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ നമ്മളെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ്. 1/n summation I equal to 1 to n xi raised to r converges to expectation of xi raised to r. അതിന് നമുക്ക് r is equal to 1 കൊടുക്കുക. r equal to 1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 1/n summation xi converges to expectation of xi. ഓക്കെ, ഇപ്പൊ xi ഫോളോസ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറും? 1/n summation xi converges to mu. 1/n summation xi എന്ന് പറഞ്ഞ x ബാർ ആണ്, x ബാർ converges to mu. ഈ ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഐഡിയ 1/n summation I equal to 1 to n xi raised to r converges in probability to expectation of xi raised to r. ഈ ഐഡിയ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെയുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സാമ്പിൾ മൊമെന്റ്സ് ആർ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ദ കറസ്പോണ്ടിങ് പോപ്പുലേഷൻ മൊമെന്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ r equal to 1 കൊടുത്തിട്ട് x ബാർ കൺവേർജസ് ടു മ്യൂ എന്ന് കിട്ടി. എന്താ x ബാർ എന്ന് പറയുന്നത് മ്യൂവിന്റെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് കിട്ടുന്ന സാമ്പിൾ മൊമെന്റ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ മൊമെന്റ്സിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് നോക്കണ്ട കേട്ടോ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതാ, ഇത്ര അത് നോക്കിയാൽ മതി. ഇത് രണ്ടും ക്ലിയർ അല്ലേ? MLEയും മെത്തേഡ് ഓഫ് മൊമെന്റ്സും ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തൊരു എസ്റ്റിമേഷൻ മെത്തേഡാണ് മെത്തേഡ് ഓഫ് മിനിമം കൈ സ്ക്വയർ. ഇപ്പോൾ പിയേഴ്സൺസ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് മെത്തേഡ് ഓഫ് മിനിമം കൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫോർ ഗ്രൂപ്പ് ഡാറ്റ ഫ്രം എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിലും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ ഗ്രൂപ്പ് ഡേറ്റയുടെ കേസിലും മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക് ഒന്നും നോക്കണ്ട, പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. മിനിമം കൈ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കും, അസിംപ്റ്റോട്ടിക്കലി നോർമൽ. അസിംപ്റ്റോട്ടിക്കലി നോർമൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ അറിയോ? സാമ്പിൾ സൈസ് കൂട്ടും തോറും അത് നോർമൽ ആയിരിക്കും. അതാണ് അസിംപ്റ്റോട്ടിക്കലി നോർമൽ എന്ന് പറഞ്ഞൊരു മീനിങ്. അതായത് ആസ് സാമ്പിൾ സൈസ് ഇൻക്രീസസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമലിലോട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റേഴ്സ് നോർമൽ ആവും. അപ്പോൾ മിനിമം കൈ സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കും, അസിംപ്റ്റോട്ടിക്കലി നോർമൽ ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും, പക്ഷെ അൺബയാസ്ഡ് ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. കുറച്ച് മുകളിലോട്ടാക്കുക.
എന്താ അല്ല ഇതിന്റെ ആദ്യത്തെ ആ ഭാഗം കാണിക്കുക കുറച്ച്. ഇതാണോ? ഓക്കെ മിസ്. ഇത് മറ്റേ നമ്മൾ പഠിച്ചിട്ടില്ലോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഇ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല. ഇതിന്റെ അത്രയ്ക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് മെയിൻ ആയിട്ട് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ MLEയും MMEയും. അതിൽ മെത്തേഡ് ഓഫ് മൊമെന്റ്സിനേക്കാൾ യൂസ് ചെയ്യുന്നത് MLE ആ. പിന്നെ ഇത് അഥവാ മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ ഒരു മെത്തേഡാണ്. ചില കേസിൽ മാത്രമേ നമ്മൾ മിനിമം കൈ സ്ക്വയർ യൂസ് ചെയ്യുള്ളൂ, ചില റെയർ കേസിൽ മാത്രം. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ MLE യൂസ് ചെയ്യുക. അപ്പൊ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക് ഒന്നും നോക്കണ്ട. ഞാൻ നോട്ട് എഴുതിയപ്പോ അങ്ങനെ എഴുതി പോയതാ. അതിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞു വെക്കുക. കാരണം നമുക്ക് ഇതിനൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുക ഈ പ്രോപ്പർട്ടീസ്. ഇതിൽ കണ്ടുപിടിക്കുന്നത് അൺബയാസ്ഡ് ആയിരിക്കോ കൺസിസ്റ്റന്റ് ആയിരിക്കോ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ പ്രോപ്പർട്ടീസ് എന്തായാലും നോക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇത്രയാണ് എസ്റ്റിമേഷനിലുള്ളത്. 4 മെത്തേഡ്സ്, 4 ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ട 3 മെത്തേഡ്സും. MLE, മെത്തേഡ് ഓഫ് മൊമെന്റ്സും മെത്തേഡ് ഓഫ് മിനിമം കൈ സ്ക്വയറും. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ. ഒരു സെക്കൻഡ്. അപ്പൊ അത്രയാണ് എസ്റ്റിമേഷൻ ഉള്ളത്. ടെസ്റ്റിംഗ് വേണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലെ? ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, സിഗ്നിഫിക്കൻസ് ലെവൽ, പവർ ടെസ്റ്റുകൾ അതൊക്കെ അല്ലേ? അത് എടുത്തു തന്നെ എടുത്തിട്ടുണ്ടല്ലേ? അടുത്തത് ഡിസൈൻ നോക്കാം. ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിൽ നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെരിമെന്റേഷൻ, അനോവ, CRD, RBD, LSD, ഫാക്ടോറിയൽ ഡിസൈൻസ്, BIBD, സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻസ്. ഇപ്പൊ ഡിസൈനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. An experiment is conducted to see the effect of different fertilizers. In this situation, the field has to be divided into a number of plots of equal size and same shape, homogeneous in respect of soil fertility, irrigation, crop, seed, crop management, etc. And each plot receives a fertilizer treatment randomly. The variability in crop yield or any other criteria measure can enable the investigator to distinguish between fertilizers such a plan of experiment is known as design of experiment. അതായത് ഇപ്പൊ നമുക്ക് ഒരു 3 ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്റ്റ് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഫീൽഡിനെ, ഇപ്പൊ മൊത്തത്തിലൊരു ഫീൽഡിനെ 3 എണ്ണാക്കി ഡിവൈഡ് ചെയ്യും.
എന്നിട്ട് ഈ 3 സ്ഥലത്തും ഇപ്പൊ ഫസ്റ്റിൽ എ പറഞ്ഞ ഫെർട്ടിലൈസർ കൊടുക്കും, സെക്കൻഡിൽ ബി പറഞ്ഞ ഫെർട്ടിലൈസർ കൊടുക്കും, തേർഡിൽ സി പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അതായത് സോയിൽ ഫെർട്ടിലിറ്റി, അതുപോലെ ഇറിഗേഷൻ, ക്രോപ്പ്, സീഡ്, ക്രോപ്പ് മാനേജ്മെന്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ ഈൽഡും കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ എയില് ഫസ്റ്റ് പ്ലോട്ടിൽ എ എന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസർ കൊടുത്തു, സെക്കൻഡ് പ്ലോട്ടിൽ ബി കൊടുത്തു, തേർഡ് പ്ലോട്ടിൽ സി കൊടുത്തു. അപ്പൊ ആ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കൊണ്ട് മാത്രമാണ് അവിടെ നല്ല ഈൽഡ് ഉണ്ടായെന്ന് മാത്രം പറയാൻ പറ്റില്ല. അവിടുത്തെ മണ്ണിന്റെ ഫെർട്ടിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ ഓരോ പ്ലോട്ടിനും കിട്ടുന്ന ഇറിഗേഷന് വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോ പ്ലോട്ടിൽ വെച്ച സീഡിന് വ്യത്യാസം ഉണ്ടായിരിക്കും, പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെ നമ്മൾ ഒരു ഫെർട്ടിലൈസറിന്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അവിടെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കാരണം നമുക്ക് അറിയേണ്ടത് ഫെർട്ടിലൈസറിന്റെ എഫക്റ്റ് മാത്രമാണ്. പക്ഷേ ഫെർട്ടിലൈസറിന്റെ എഫക്റ്റ് അറിയണമെങ്കിൽ തന്നെ അതിന് നമ്മുടെ ക്രോപ്പ് ഈൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് അതർ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ അതർ ഫാക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്റ്റ് അറിയണം. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാൻ ഓഫ് എക്സ്പെരിമെന്റിനാണ് നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ അല്ലേ? ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ. അതെ, അതായത് എനിക്കിപ്പോ എന്റെ 3 ഫെർട്ടിലൈസർ ഉണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ല ഫെർട്ടിലൈസർ, അത് ഈ ഓരോ മണ്ണിലും എങ്ങനെ എഫക്ട് ചെയ്യുന്നു. അതായത് ഇപ്പോ ഒരു ഈൽഡ് ഉണ്ടാവാൻ ഇപ്പൊ ഫെർട്ടിലൈസറിനും ഒരു റോൾ ഉണ്ട്. അപ്പോ ഏത് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴാണ് നല്ല ഈൽഡ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയേണ്ടത്. പക്ഷെ ഫെർട്ടിലൈസർ കൊണ്ട് മാത്രമല്ലല്ലോ ഈൽഡ് ഉണ്ടാവുന്നത്, വേറെ പല കാരണങ്ങളും ഉണ്ടല്ലോ. ഇപ്പോ 3 സ്ഥലത്തുള്ള 3 പ്ലോട്ട്, അപ്പൊ എന്ന് പറയുന്നത് ഓരോ പല പല പഞ്ചായത്തുകളിലുള്ള 3 പ്ലോട്ടാ വിചാരിച്ചോളൂ. അപ്പൊ അവിടെ എന്തായിരിക്കും, 3 മണ്ണിന്റെയും ഫെർട്ടിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അവിടെ കിട്ടുന്ന ഇറിഗേഷന് വ്യത്യാസം ഉണ്ടായിരിക്കും, പിന്നെ നമ്മൾ അവിടെ ഉപയോഗിച്ച സീഡിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ പല പല ടെക്നിക്സ് ഉണ്ട് ഫാമേഴ്സിന്റെ കയ്യിൽ ഓരോ കൃഷി ചെയ്യുന്ന രീതി. അപ്പൊ ആ രീതിക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിളവ് ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഒരു ഫെർട്ടിലൈസർ കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, അല്ലാതെ വേറെ അതിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേം. അപ്പൊ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്, എ സബ്ജക്ട് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജെക്ട്സ് ദ ടോട്ടൽ മെറ്റീരിയൽ ടു വിച്ച് ദ ട്രീറ്റ്മെന്റ് ഈസ് അപ്ലൈഡ് ഇൻ എ ട്രയൽ ഇൻ എ സിംഗിൾ റെപ്ലിക്കേഷൻ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു പ്ലോട്ട് എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, ആ പ്ലോട്ടിന്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ അതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്. അതായത് ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിലുള്ള ഒബ്ജക്ട്സിലായിരിക്കും നമ്മൾ നമ്മുടെ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ യൂണിറ്റ്. The experimental unit is a subject or a group of objects, the total material to which a treatment is applied in a trial in a single replication. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ ഫീൽഡിന്റെ കേസാണ് പറഞ്ഞാൽ, ഫെർട്ടിലൈസറിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് നോക്കുന്നത്, ഒരു പ്ലോട്ടാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലോട്ട് ആയിരിക്കും. ഇനി അടുത്തത് ട്രീറ്റ്മെന്റ്. എ ട്രീറ്റ്മെന്റ് ഈസ് എ സബ്സ്റ്റൻസ് ഓർ എ നോൺ ഫാക്ടർ വിച്ച് ഇസ് അഡ്മിനിസ്ട്രേഡ് ഓർ അലോക്കേറ്റഡ് ടു വൺ ഓർ മോർ എക്സ്പെരിമെന്റൽ യൂണിറ്റ്. അപ്പൊ ഇവിടെ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും, അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതായത് എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ആണ്. അപ്പൊ നമുക്കിപ്പോ സേ ഒരു 3 പ്ലോട്ട് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ മീനിങ് എന്താ, നമുക്ക് 3 എക്സ്പെരിമെന്റൽ യൂണിറ്റ് ഉണ്ട്. ഈ 3 എക്സ്പെരിമെന്റൽ യൂണിറ്റിലും നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഫെർട്ടിലൈസേഴ്സിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ കൊടുത്തു, ഇവിടെ ബി എന്ന് പറയുന്ന ഫെർട്ടിലൈസർ കൊടുത്തു, ഇവിടെ സി എന്ന് പറയുന്ന ഫെർട്ടിലൈസർ കൊടുത്തു. അപ്പൊ അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഓഫ് ഒബ്ജെക്ട്സ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണോ എക്സ്പെരിമെന്റൽ യൂണിറ്റിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ എക്സാമ്പിൾ തന്നെ നോക്കി ആലോചിച്ചാൽ മതി. നമുക്കൊരു പ്ലോട്ട് ഉണ്ട്. അപ്പൊ പ്ലോട്ടാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്. കാരണം എന്താ, നമ്മൾ ആ പ്ലോട്ടിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നത്. ഇനി ട്രീറ്റ്മെന്റ്, നമ്മൾ അവിടേക്ക് എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കുന്നത്, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക, അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്ട് അറിയാൻ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാണ്. അപ്പൊ അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി
ത്രീ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഡിസൈൻ. ഒരു ഗുഡ് ഡിസൈൻ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റേഴ്സിന്റെ പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസൈനിലുള്ള വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാൻഡമൈസേഷൻ, സെക്കൻഡ് വൺ റെപ്ലിക്കേഷൻ, തേർഡ് വൺ ലോക്കൽ കൺട്രോൾ. ഇപ്പൊ റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മൾ ഒരു വിത്തൗട്ട് എനി പ്രോബബിലിറ്റി നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുക. അതായത് ഞാൻ ഒന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനോ ക്രൈറ്റീരിയോ അല്ലാതെ റാൻഡം ആയിട്ട് ഞാൻ ഓരോന്ന് പിക്ക് ചെയ്യുന്നു. അതാണ് റാൻഡമൈസേഷൻ കൊണ്ട് ബേസിക് മീൻ ചെയ്യുന്നത്. Treatments are allocated to plots in such a way that each unit has an equal probability of receiving any of the treatments. അതായത് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇപ്പൊ പ്ലോട്ട് നമ്മൾ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ പ്ലോട്ട് നമ്മൾ റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും റാൻഡം ആയിട്ടാണ്. കാരണം നമുക്ക് മുന്നേ നോക്കി വെച്ചിട്ട് ഇതിന് ഇത് കൊടുക്കാം, ഇതിന് ഇത് കൊടുക്കാം, നമ്മൾ കണ്ടീഷൻസ് ഒന്നും നോക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. റാൻഡംലി നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അതാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റാൻഡമൈസേഷൻ ഒരു ഗുഡ് ഡിസൈനിനുള്ള ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് റെഡ്യൂസസ് ഹ്യൂമൻ ബയാസ്, ദ ഒബ്സർവേഷൻ ബിക്കം ഇൻഡിപെൻഡന്റ്, റാൻഡമൈസേഷൻ എഫക്റ്റീവ്ലി മേക്ക് ദ എക്സ്പെരിമെന്റൽ എറേഴ്സ് ഇൻഡിപെൻഡന്റ്. ഇപ്പൊ റാൻഡം ആയിട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഒബ്സർവേഷൻസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് ബയാസും കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തത് റെപ്ലിക്കേഷൻ. Replication of a treatment on a number of experimental units under similar condition. Large number of replication reduce the standard error of treatment mean. ഇപ്പൊ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ആണ്. അതായത് ഒരുപാട് എക്സ്പെരിമെന്റൽ യൂണിറ്റ് എടുക്കും, എന്നിട്ട് നമ്മൾ സെയിം ഫെർട്ടിലൈസർ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്ലോട്ടിൽ തന്നെ മാത്രം കൊടുത്താൽ ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ 2 പ്ലോട്ടിൽ കൊടുത്തു, അപ്പൊ നമുക്ക് 2 പ്ലോട്ടിലെ കാര്യം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു സെയിം ട്രീറ്റ്മെന്റ് ഒരുപാട് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ കൊടുക്കും. അപ്പൊ ലാർജ് നമ്പർ ഓഫ് റെപ്ലിക്കേഷൻസ് ആകുമ്പോൾ അവിടെ എറർ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ റിസൾട്ട്സ് മോർ അക്യുറേറ്റ് ആയിരിക്കും. അതാണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. റിപ്പീറ്റേഷൻ സെയിം മീനിങ് തന്നെ. ക്ലിയർ ആണോ? നമ്മൾ ഇവിടെ സ്റ്റാറ്റിയിൽ എന്ത് പറഞ്ഞാലും നമ്മൾ പറയാറുണ്ട് സാമ്പിൾ സൈസ് കൂട്ടുന്തോറും നമുക്ക് എറർ കുറയ്ക്കാൻ പറ്റുന്നു. കാരണം നമ്മൾ എപ്പോഴും മൊത്തം സെൻസസും സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്. സെൻസസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനിൽ ചെയ്യുന്ന, നമ്മളെപ്പോഴും അതല്ല ചെയ്യുക. നമ്മളെപ്പോഴും ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിലാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ആ സാമ്പിളിന്റെ സൈസ് മാക്സിമം കൂട്ടാൻ പറ്റിയാൽ നമുക്ക് എറർ അത്രയും കുറയ്ക്കാൻ പറ്റും. അതന്നെയാണ് ഇവിടെ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ നമ്മുടെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് എണ്ണത്തിൽ കൊടുക്കുക. അപ്പൊ അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ലോക്കൽ കൺട്രോൾ. ഡിവൈസ് ടു മെയിൻറ്റെയിൻ ഗ്രേറ്റർ ഹോമോജിനിറ്റി ഓഫ് എക്സ്പെരിമെന്റ് യൂണിറ്റ്സ് വിത്തിൻ എ ബ്ലോക്ക് ഓഫ് എൻ എക്സ്പെരിമെന്റ് ഓർ ആസ് എ ഹോൾ. ഇറ്റ് റെഡ്യൂസസ് എക്സ്പെരിമെന്റൽ എറർ. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് എ ലോട്ട് ഇൻ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് എൻ എക്സ്പെരിമെന്റ്. അപ്പൊ ലോക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹോമോജിനിറ്റി, അതായത് നമ്മുടെ എക്സ്പെരിമെന്റിലെ ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെഷറാണ് ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, വിത്തിൻ ബ്ലോക്ക്, അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്ലോട്ടുകളും അധികം ഹെട്രോജീനിയസ് ആവാൻ പറ്റില്ല, ഒരുപാട് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞായിരിക്കണം സിമിലർ പ്രോപ്പർട്ടീസ്. അതാ ഹോമോജീനിയസ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഹോമോജീനിറ്റി നമ്മൾ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിൽ നമ്മൾ ഹോമോജീനിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 3 പ്ലോട്ട് എടുത്തു. ഇപ്പൊ ഒരു പ്ലോട്ട് ഒരു പാറയൊക്കെ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പാറേന്റെ താഴെയൊക്കെ എടുക്കുക, വേറൊരു പ്ലോട്ട് ഒരു പാടത്തെടുത്തു. ഇതൊന്നും രണ്ടും നമുക്ക് സെയിം ആയിട്ടൊന്നും കിട്ടില്ല, ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും, ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഫെർട്ടിലൈസർ സോയിൽ ഫെർട്ടിലിറ്റി പാടത്ത് നല്ല ഉണ്ടായിരിക്കും, പക്ഷെ പാറേന്റെ ഇടയിലൊക്കെ സോയിൽ ഫെർട്ടിലിറ്റി ഉണ്ടായിരിക്കുമോ, അവിടെ ക്രോപ്പ് ഉണ്ടാവുക പോലും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഹെട്രോജിനിറ്റി വരരുത്. അപ്പൊ ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് നമ്മൾ ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്, അതായത് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 റിക്വയർമെന്റ്സ് ആണ് ഒരു ബേസിക് ഡിസൈനിന് വേണ്ടത്. ഒന്ന് റാൻഡമൈസേഷൻ, അതായത് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യണം. രണ്ടാമത്തത് റെപ്ലിക്കേഷൻ, അതായത് സെയിം ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് യൂണിറ്റ്സിന് കൊടുക്കുക. മൂന്നാമത്തത് ലോക്കൽ കൺട്രോൾ, അതായത് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഹെട്രോജിനിറ്റി ഉണ്ടാവരുത്, ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മളെ എക്സ്പെരിമെന്റൽ ഡിസൈൻ. എക്സ്പെരിമെന്റൽ ഡിസൈൻ നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് ഡിസൈൻ എന്ന് പറയുന്നത്, ഒന്ന് റാൻഡമൈസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിസ്റ്റമാറ്റിക് ഡിസൈൻ അധികം യൂസ് ചെയ്യില്ല, നമ്മൾ മെയിൻ ആയിട്ട് റാൻഡമൈസ്ഡ് ഡിസൈനിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, അതാണ് നോക്കുക.
അതല്ലാതെ ഇപ്പൊ നമ്മൾ ഈ കൺട്രോൾ ഒക്കെ ചെയ്തു, റാൻഡമൈസേഷൻ ചെയ്തു, റെപ്ലിക്കേഷൻ ചെയ്തു, ലോക്കൽ കൺട്രോൾ ഒക്കെ ചെയ്തു. ഇതിന് പുറമെ വരുന്ന വേറെ എറേഴ്സിന് നമ്മൾ എക്സ്പെരിമെന്റൽ എറർ എന്നാ പറയാം. സോ ദ എറർ കോസ്ഡ് ബൈ ദ എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഹ്യൂമൻ അപ്രോച്ച് ഇസ് നോൺ ആസ് എക്സ്പെരിമെന്റൽ എറർ. ഓക്കെ, എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് കാരണം വരുന്ന, നമ്മൾ എത്ര നോക്കിയാലും പിന്നെ വരുന്ന കുറെ എറേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതാണ് എക്സ്പെരിമെന്റൽ എറർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റമാറ്റിക് ഡിസൈനും റാൻഡമൈസ്ഡ് ഡിസൈനും. ഇപ്പൊ റാൻഡമൈസ്ഡ് ഡിസൈനിലുള്ള വരുന്ന ഡിസൈൻസ് ആണ് CRD, RBD, LSD എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് സിലബസിലുണ്ട്. പിന്നെ സിസ്റ്റമാറ്റിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഓരോ പ്ലോട്ടിക്ക് കൊടുക്കുന്നത്. So any design in general is characterized by the nature of grouping of experimental units and the manner in which the treatments are randomly allocated to the experimental units. അപ്പോൾ നമ്മൾ ഡിസൈൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ചൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഓരോ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നതും. അതാണ് ബേസിക്കലി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇതൊന്ന് വരെ വായിച്ചിട്ട് വരിക. അടുത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. അങ്ങനെ CRD ഇത് സ്റ്റാർട്ട് ചെയ്ത് അത് മൂന്നും ഒപ്പം എടുക്കുന്നത് നല്ലത്, പിന്നെ കണക്ട് ചെയ്ത് പോകാലോ.